ഈ ഭരണാധികാരികൾ എന്നെ പോലെ അന്ധന്മാരാണോ? തണ്ണീർത്തട ശൃംഖലയായ ഹലോ നമസ്കാരം, ഞാൻ ദയാനന്ദൻ ഫോട്ടോ മീഡിയ. ഫെബ്രുവരി 2 ലോക ശുദ്ധജല തണ്ണീർ തടാക സംരക്ഷണ ദിനം. ഫെബ്രുവരി 2 അതിനെക്കുറിച്ച് പ്രത്യേകിച്ചും നമ്മളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തണ്ണീർ തടാകമായ ശാസ്താംകോട്ട ശുദ്ധജല തണ്ണീർ തടാകത്തെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഹായ്, നമസ്കാരം. ഞാൻ ദയാനന്ദൻ ഫോട്ടോ മീഡിയ. ശാസ്താംകോട്ട കായലിൻ്റെ ഭാഗമായ അമ്പലക്കടവിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ സ്ഥലത്തിന് ചരിത്രത്തിന് പറയാൻ ഒരു പ്രത്യേകത. ശാസ്താംകോട്ട ശുദ്ധജല തടാകം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ ശാസ്താംകോട്ട, മൈനാഗപ്പള്ളി, പടിഞ്ഞാറെ കല്ലട എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തിക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉദ്ദേശം 980 ഏക്കറിനും മുകളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു ശുദ്ധജല സ്രോതസ്സാണ് ഈ തടാകം. മറ്റ് യാതൊരു ജലസ്രോതസ്സുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അതിവിശാലമായ ഒരു നീല തടാകമാണ്. എല്ലാ ദിക്കുകളിലും കോട്ടമതിൽ പോലെ കുന്നുകൾ ഉയർന്നു നിൽക്കുന്ന അതിമനോഹരമായ ഒരു പ്രദേശം കൂടിയാണ് ഈ നീല തടാകത്തിന് ചുറ്റുമുള്ളത്. വളരെ വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥയുള്ള ഒരു തടാകമാണ് ശാസ്താംകോട്ട തടാകം. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകം കൂടിയാണ്. അതുപോലെ വളരെ തണുത്ത വെള്ളമാണ് ഇതിൽ ഉള്ളത്. മാത്രമല്ല വിവിധ ആവാസ വ്യവസ്ഥ ഇതിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത്ഭുതകരമാം വിധം ചിലർ പറഞ്ഞു വച്ചിരിക്കുന്നത് പർവ്വത മുകളിലെ നീലക്കൊടുവേലിക്ക് സമാനമായിട്ടുള്ള സസ്യജാലങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ആവാസ വ്യവസ്ഥയിൽ ഉണ്ട് എന്ന് പഴമക്കാർ പറയുന്നു. കാലം പുറകോട്ട് പോകുമ്പോൾ ചരിത്രപ്രസിദ്ധമായ പല സംഭവങ്ങളും ഈ പ്രദേശത്ത് എടുത്തു പറയാനുണ്ട്. രണ്ടാം ലോക മത സമ്മേളനം 1971 ഈ പ്രദേശത്ത് വെച്ചാണ് നടത്തപ്പെട്ടത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് മത നേതാക്കൾ പങ്കെടുത്ത ഒരു മഹാസമ്മേളനമായിരുന്നു 1971 ശാസ്താംകോട്ട നടന്ന ലോക മഹാസമ്മേളനം. വീണ്ടും ചരിത്രം പുരാതന കാലത്തേക്ക് പോകുമ്പോൾ കൊട്ടാരത്തി ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഭാരതീയ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട ചില കഥകളും നമ്മൾക്ക് പറഞ്ഞു കേൾക്കാനാവും. ശാസ്താംകോട്ട തടാകം കാണാൻ വരുന്നവർ ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഈ ശാസ്താംകോട്ടയിൽ കോട്ട എവിടെ ആണെന്ന്.
ഇത്രയും വർഷം അവിടെ കോട്ടയുണ്ട്. അതിന് ചുറ്റും ഉയർന്നു നിൽക്കുന്ന കോട്ടമതിലിനേക്കാൾ ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ നീല തടാകത്തിന് സംരക്ഷണമേകുന്ന ഈ പച്ച കുന്നുകൾ തന്നെയാണ് ശാസ്താംകോട്ടയിലെ ഈ തടാകത്തെ സംരക്ഷിക്കുന്ന കോട്ടമതിലുകൾ. ടവർ നിൽക്കുന്നില്ലേ അതൊക്കെ
1982 നടന്ന ഒരു കടത്ത് വഞ്ചി അപകടം പറഞ്ഞു. ആ അപകടത്തെ കുറിച്ച് എന്നെക്കാൾ നന്നായി അറിയാവുന്നുള്ള കൃഷ്ണൻകുട്ടി നായർ സാറ് എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹം നേരത്തെ എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ എന്ന പങ്ക്തിയിൽ അദ്ദേഹം പങ്കെടുത്തതാണ്. ഈ വഞ്ചി അപകടം നടന്ന സ്ഥലത്താണ് നമ്മളിപ്പം നിൽക്കുന്നത്. അതെ, അമ്പലക്കടവ് ശാസ്താംകോട്ട ഞാറേക്കല്ലുടെ പഞ്ചായത്തിലെ വെട്ടോലിക്കടവിനെയും ശാസ്താംകോട്ട അമ്പലക്കടവിനെയും ബന്ധിപ്പിക്കുന്ന ഭാഗമാണിത്. 1982 ഒരു ശനിയാഴ്ച ദിവസമാണ്, ശനിയും ബുധനുമാണ് ശാസ്താംകോട്ട ചന്തയുള്ളത്. ഫേമസ് ചന്തയാണ്. പടിഞ്ഞാറേക്കല്ലുടെ ഉള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങളും ശാസ്താംകോട്ടയായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. എല്ലാ സർക്കാർ കാര്യങ്ങളായാലും സ്കൂള്, ആശുപത്രി, ചന്ത, കടകളെല്ലാം അവിടുന്ന് ഇവിടെയാണ് വരുന്നത്. കാർഷിക വിഭവങ്ങൾ വിൽക്കാനും വാങ്ങാനും ഒക്കെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഉള്ള ചന്തയിൽ വരുന്ന വഴിക്ക് 1982 ആ വെട്ടോലിക്കടവിൽ നിന്നും ഈ അമ്പലക്കടവിലേക്ക് വരുന്ന വ്യക്തിയാണ് കടത്ത് വെള്ളം മുങ്ങി. അത് എങ്ങനെ ഈ സെൻറ്ററിൽ വന്നതിന് ശേഷമാണ്? ഏതാണ്ട് സെൻറ്ററിലോട് വന്നതിന് ശേഷമാണ് ആൾ മരിച്ചത്. എത്ര പേര് മരിച്ചത് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. രക്ഷപ്പെട്ടവർ ഒരുപാടുണ്ട്. അത് എങ്ങനെ സംഭവം ശരിക്കും പറഞ്ഞാൽ സംഭവം പിന്നെ എങ്ങനെ ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ഒരു ഓർമ്മ വെച്ചാകുമ്പോൾ ഏതാണ്ട് പതിവിൽ സാധാരണ യാത്രക്കാരിൽ അധികം ആളുകൾ അവരുടെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് യാത്ര. അന്ന് എന്തോ ഒരു പ്രത്യേക ഉത്സവ ദിവസം അല്ല, ചന്ത ദിവസം, ശനിയാഴ്ച ശാസ്താംകോട്ട ചന്ത ദിവസം പറഞ്ഞല്ലോ. ശാസ്താംകോട്ട പടിഞ്ഞാറേക്കല്ലുടെ എല്ലാ കാര്യങ്ങളും ശാസ്താംകോട്ട എന്നാണ് നടത്തുന്നത്. ആശുപത്രി, സ്കൂള്, ക്ഷേത്രം, പിന്നെ ചന്ത എല്ലാം. അപ്പോൾ അങ്ങനെ ആ ശനി ബുധൻ ദിവസങ്ങളിലാണ് ചന്ത. ആ ദിവസങ്ങളിൽ രാവിലെ തിരക്ക് കൂടുതലായിരിക്കും കടത്തിനകത്ത്. അങ്ങനെ കടത്തിനകത്ത് വരുമ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് അൺബാലൻസിങ് വന്ന് കാണും. ഏത് ഈ വേറെ പിടിയൊന്നുമില്ല, വെറും പഴയ തോണി. കടത്തുകാരൻ എന്ന് പറയുന്ന കടത്തിലെ ഏതെങ്കിലും ഒരു വശത്ത് വെയിറ്റ് കൂടിയാലും അതെ അങ്ങനെ ആളുകൾ അവർ ഇരുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് വെയിറ്റ് കൂടിയിട്ടുണ്ടാവും. അങ്ങനെ മരുന്നതായിരിക്കണം. അല്ലാതെ ഇവിടെ ഓളോ തിരയോ മറ്റോ യാതൊരു ശല്യവും ഇല്ല. അല്ലാതെ വെള്ളം ചെന്നെത്തിക്കാൻ ചെന്നപ്പോൾ പോയിട്ടുണ്ടാവും. അങ്ങനെ അന്നേരം വിപ്രതി പിടിച്ച് ചാടി ഈ വേറൊരു വെള്ളം പോയ വഴിക്ക് ആ വെള്ളത്തിൽ കയറാൻ ശ്രമിച്ചപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഭാരം കൂടുതൽ കൊണ്ടാണ് വെള്ളം കയറി. ഈ ഭാരം കൂടുതൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം അതിലോട്ട് കയറൊക്കെ തുടങ്ങി. അതന്നെ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേറൊരു വെള്ളം വന്നു. ഇവിടെ കണ്ട വന്ന വെള്ളം ഇന്ന് ചെല്ലണ്ടായ പെട്ടെന്ന് പറ്റത്തില്ലല്ലോ, വളരെയേറെ സമയം എടുക്കല്ലോ ഈ ഭാഗത്തുനിന്ന്. അന്ന് തുഴയാണോ മറ്റേ മുള ഊന്നിയാണോ പോണത്? അല്ല, മുള ഊന്നിയ ഇവിടെ മുള ഊന്നി പരിപാടി നിലയ്ക്കത്തില്ല. ഇവിടെ നല്ല ആഴമാണ്. ഇവിടെ ശാസ്താംകോട്ട കായലിൽ മുള ഊന്നിയല്ല, അത് പിന്നെ തുഴ സൈഡില് തോണ്ട, ആ തുഴ ഇല്ല പോകുന്ന തുഴ. ഒരു സൈഡില് കഴകള് പിടിപ്പിച്ചു, ചെറിയ കഴ വെച്ചിട്ട് ആ കഴക്കകത്ത് കയറ് വെച്ചിട്ട് ഈ ഒരു പലക, നമ്മുടെ ഇങ്ങനെയുള്ള ഒരു തടിയുടെ പലക വെച്ചിട്ട് ഇങ്ങനെ വെള്ളം പുറമോട്ട് പങ്കായം പുറമോട്ട് വിടുവിക്കുക, വള്ളം മുമ്പോട്ട് പോകും. അങ്ങനെയുള്ള രണ്ട് സൈഡിലും പങ്കായങ്ങളുണ്ട്. ഇപ്പോഴും ആ സമ്പ്രദായം തന്നെയാണ്. അത് ഇപ്പം വെറുതെ ഒരു രസത്തിന് വേണ്ടിയാണ്. അല്ല, ഇവിടെ ഇതിപ്പോ കല്ലടയ്ക്ക് പോകുന്നവരാ സ്റ്റിൽ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ. ഈ മോട്ടോർ സംവിധാനമൊക്കെ വന്നിട്ട് അതൊന്നും ഇല്ല, അതില്ല. ഇത് അതിൽ കാണുന്നതോ അതിലും ഇങ്ങനെ. അത് ടൂറിസ്റ്റുകൾക്ക് മോട്ടറല്ല, അതും പങ്കായം വെച്ച് തുഴഞ്ഞിട്ട് ടൂറിസ്റ്റുകൾക്കായി. കേരളത്തിലെ ശുദ്ധജല തടാകമാണ്, അതുകൊണ്ട് മോട്ടറൊന്നും യൂസ് ചെയ്തില്ല. ശരി ശരി. അത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പ്രത്യേകം വാടക കൊടുത്ത് അവർ വാങ്ങിക്കുന്ന കായൽ കറങ്ങി കാണാൻ വേണ്ടി. മറ്റേ കടത്തുവെള്ളം അതാണ് അവിടെ കിടക്കുന്നത് കണ്ടോ. ഇത് അവര് കടത്ത് അങ്ങ് പോയത് അത് വെറുതെ അല്ല, ഇത് വേണ്ടി ഇങ്ങനെ അല്ലല്ല, നമ്മുടെ സാധാരണ ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ കാര്യമില്ലേ, അതേപോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഈ പാലം ഇല്ലാത്തതുകൊണ്ട് പാലം പറ്റത്തില്ല. ഇവിടെ പാലം കെട്ടാൻ പറ്റത്തില്ല. എന്തോ പണ്ട് ആളുകൾ പറഞ്ഞിട്ടുള്ളത് നാഴൂരി നൂല്, എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാ. ആഴം വളക്കാൻ നാഴൂരി നൂലിട്ടിട്ട് തികഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. നാഴൂരി നൂലെന്ന് പറയുമ്പം നാഴിക്കകത്ത് നൂല് ചുറ്റി അത് അവരുടെ ഒരു കണക്കായിരിക്കും. അത്രമാത്രം ആഴമാണ്. എന്തായാലും കിലോമീറ്ററിന് മേളിലുണ്ടോ ഉറപ്പാണ്.
പാലം ആപ്ലിക്കബിൾ അല്ല, ശുദ്ധജല തടാകമായതുകൊണ്ട് ആ ശരി ശരി. വേസ്റ്റ് വീഴും. അപ്പൊ ഇവിടെ ഇതുവരെ മോട്ടർ ഓട്ടിച്ചിട്ട് ഇല്ല പറ്റത്തില്ല. കാരണം അല്ല ഇത് പറഞ്ഞില്ലയോ, കൊല്ലം ജില്ല കംപ്ലീറ്റും പിന്നെ മൈനാഗപ്പള്ളി കൊല്ലം ടൗണിൽ ഇവിടുന്ന വെള്ളം പോകുന്നത്. മൈനാഗപ്പള്ളി പഞ്ചായത്ത്, ചവറ പഞ്ചായത്ത്, പോരുവഴി പഞ്ചായത്ത്, ശാസ്താംകോട്ട പഞ്ചായത്ത്, കുന്നത്തൂർ പഞ്ചായത്ത്, പടിഞ്ഞാറേക്കോട്ട പഞ്ചായത്ത്, കൊല്ലം ജില്ലയുടെ ഏതാണ്ട് 25% ഭാഗങ്ങളിലേക്ക് ഇവിടുത്തെ വെള്ളമാണ് ഇത് ഉപയോഗിക്കുന്നത്. കൊല്ലം ടൗണിൽ ഇവിടുത്തെ വെള്ളമാണ് ചെല്ലുന്നത്, ഈ കായലിലെ വെള്ളമാണ്. ഈ കായല് ഇതിന്റെ ഒരു പരിധി എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ, എങ്ങനെ ചുറ്റളവ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്? ഇതിൻ്റെ കായല് പിന്നെ ഭരണിക്കാവ് തൊട്ട് ആദിക്കാട്ട് മുക്ക് വരെയാണ്. ഒരു ദിശ അല്ല ഒരു ഇങ്ങനെ കായൽ ഭരണിക്കാവിട്ട് തുടങ്ങി ഇങ്ങനെ ഈ പോകുന്ന കായലിന് ഇപ്പം ഇതൊരു പോഷൻ വാലല്ലേ, അതുപോലെ പട്ടംകുഴി എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്ത് ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് മാറി ഇങ്ങോട്ടൊരു പോർഷനുണ്ട്, കൊച്ചാനിലുമൂട്ടിലൊരു പോർഷനുണ്ട്, ഭരണിക്കാവിലൊരു പോർഷനുണ്ട്. മെയിൻ കായലിൻ്റെ നദി ഇത് തന്നെ ഇതൊരു ഒരു പോർഷനായത്. ഈ കായലിൻ്റെ ഒരു പോർഷൻ ആകുമ്പോഴേ കാണുന്നത്. ഇതുപോലെ ഇങ്ങോട്ട് പോർഷൻസ് ഉണ്ട്, കല്ലട ഭാഗത്തോട്ടില്ല. സാർ ചവറ വഴിയാണോ വന്നത് ഇങ്ങോട്ട്? അല്ല, ഞാൻ ഭരണിക്കാവ് വഴി. ഭരണിക്ക അപ്പോൾ കിഴക്കാ, അപ്പോൾ കായലിൻ്റെ കിഴക്കേ സൈഡിൽ കൂടെ വന്നേ. ഇനി ചവറ പോകണമെങ്കിൽ ആ സൈഡ്. അപ്പോൾ അന്നത്തെ ദുരന്തത്തിനെ സംബന്ധിച്ച് ഇത്രയും ഓർമ്മകളാണ് സാറിന് പറയാനുള്ളത്. എന്തായാലും എൻ്റെ കൂടെ വന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ കാണിച്ച് നമ്മളെ പ്രേക്ഷകർക്ക് കാണാനും പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നും കുറേ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയും ഒക്കെ തന്ന അങ്ങേക്ക് വളരെ നന്ദി, നമസ്കാരം. താങ്കളെപ്പോലുള്ളവർ ഈ മാതിരി ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കുക എന്നുള്ളത് തന്നെ ഒരു മഹത് കാര്യമാണ്. കാരണം പ്രായമായവരും രോഗികൾക്കുമൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ശാസ്താംകോട്ട കായലും ഈ പരിസര പ്രദേശങ്ങളിലും കാണാൻ സാധിക്കാത്ത അനേകം ആളുകൾ കാണും. അവർക്കൊക്കെ ഒരു അനുഗ്രഹമായിരിക്കും.